ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതുവരെയുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ച് പല രീതിയിലുമുള്ള ഉദാഹരണങ്ങളിലൂടെയായിരുന്നു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് പാപഭാരത്തെക്കുറിച്ചാണ്. നമ്മൾ പലരും പല വചനങ്ങൾ അല്ലെങ്കിൽ ദൈവിക കൽപ്പനയ്ക്ക് അധീനരാണ് നമ്മൾ പലരും. ഇന്ന് നമ്മളിൽ പലരും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവകൽപ്പനയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നത്. എന്നാൽ പല പാപങ്ങളും നമ്മുടെ ഇടയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പോലും മനസ്സിലാക്കുന്നില്ല അതൊരു പാപത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അതൊരു പാപമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അതിൻ്റെ അധീനതയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. ആദ്യമൊക്കെ ഇത് രസകരമായി തോന്നുമെങ്കിലും ഇതിൻ്റെ അവസാനം നമ്മെ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ് സത്യം. വെള്ളത്തിൽ കിടക്കുന്നവന് വെള്ളത്തിൻ്റെ ഭാരം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു പാപത്തിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് കയറി വരുന്നത്. അതായത് നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഭാരമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഭാരമോ പോലും കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ വെള്ളത്തിൽ നിന്ന് കയറി ഒരുവൻ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ചുമക്കുമ്പോൾ ആ ബക്കറ്റിൽ അകത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഭാരം അവൻ മനസ്സിലാക്കും. ദൈവജനമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പാപഭാരത്തെ നമ്മൾ ചുമന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് നമ്മൾ ചുമന്ന ആ പാപഭാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും തടയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഒരു പാപഭാരം മൂലമായിരുന്നുവെന്ന് നമ്മൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. പാപഭാരത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, വെള്ളത്തിൽ കിടക്കുന്നവന് അതിൻ്റെ ഭാരത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. തുടർന്ന് അതിൽ നിന്ന് കയറി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് നോക്കുന്നവന് ആ വെള്ളത്തിൻ്റെ ഭാരത്തെ അവന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ഇതൊരു ബോട്ടിൽ വെള്ളമാണ്, ഈ ഒരു ബോട്ടിൽ അല്പം മാത്രമേ വെള്ളമുള്ളൂ. എന്നാൽ ഈ ഒരു വെള്ളത്തെ ഞാനിങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എനിക്കിതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഇതൊരു 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ഒരു ദിവസം ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ ഈ ഭാരത്തിൻ്റെ അളവ് എനിക്ക് ഭാരം താങ്ങാൻ പറ്റാത്ത വിധം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആദ്യമൊക്കെ ഈ ഒരു കുപ്പിയുടെ ഭാരം അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഭാരം എനിക്ക് ഭാരമല്ലാതായി തോന്നും. പക്ഷേ മണിക്കൂറുകൾ അല്ലെങ്കിൽ സമയങ്ങൾ, നിമിഷങ്ങൾ കഴിയും തോറും ഈ ഒരു ഭാരത്തിൻ്റെ ലെവൽ മാറുന്നില്ലെങ്കിലും പക്ഷേ എൻ്റെ കൈയുടെ ശേഷി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ ഭാരം കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഞാൻ ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും ഒന്ന് തന്നെയാണെങ്കിലും പക്ഷേ എൻ്റെ കൈ ഈ ഒരു ഭാരത്തെ താങ്ങാൻ പറ്റാത്ത വിധത്തിലേക്ക് മണിക്കൂറുകളും നിമിഷങ്ങളും കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പാപത്തെ ചുമക്കുന്നവന് അതിൻ്റെ ഭാരത്തെ താങ്ങാൻ പറ്റാത്തതുപോലെ നിങ്ങൾ ഒരു പാപഭാരത്തെ ചുമക്കുന്നവരാകരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ നിന്ന് കയറി ഒരു ബക്കറ്റ് വെള്ളം ചുമന്നവനെ ആ വെള്ളത്തിൻ്റെ ഭാരം അവന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പാപത്തെ ഉപേക്ഷിച്ചവന് അവൻ്റെ ഭാരത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു സഹോദരനുമായിട്ട് ഞാനിങ്ങനെ മൊബൈലിൽ ചാറ്റ് ചെയ്യാനിടയായി. അപ്പോൾ അദ്ദേഹം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിംഗ് രീതികൾ, അതായത് ടൈപ്പിംഗ് രീതികൾ മാറി അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളിൽ വരുന്ന അല്ലെങ്കിൽ വാക്കുകളിൽ വരുന്ന വ്യത്യസ്തത, പദപ്രയോഗങ്ങളിൽ വ്യത്യസ്തത വന്നു. പെട്ടെന്ന് അദ്ദേഹം തെറ്റായ പദപ്രയോഗങ്ങൾ എന്നിലേക്ക് ഉപയോഗിച്ചു. ഞാൻ പെട്ടെന്ന് അതിശയത്തോടെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ സഹോദരൻ എന്നെ തെറ്റായ രീതിയിലേക്ക് ഇങ്ങനെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്? ഞാനത് എൻ്റെ ഹൃദയത്തിനൊരു മുറിവ് പോലെ എന്നോണം എൻ്റെ ഹൃദയത്തിൽ കിടന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ആരാധന അർപ്പിക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു പദപ്രയോഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പദപ്രയോഗം എന്നിലേക്ക് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിയാണ്, ഇദ്ദേഹത്തിന് ഞാനും സഹോദരനെ പോലെ കണ്ടിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെയൊരു പദപ്രയോഗം ഇദ്ദേഹം അഴിക്കാൻ കാരണം? ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളിൽ തെറ്റുകളൊന്നും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ ഞാനിങ്ങനെ മനസ്സിലാക്കി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു സാഹചര്യം എന്നത്? പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലായി ഇടപെടാൻ നിന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആ ഒരു ചാറ്റ് ക്ലോസ് ചെയ്തു. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം
ഇദ്ദേഹത്തോട് എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു മുറിവ് വന്നിരുന്നു. കാരണം കൂടെ നിന്നിരുന്നൊരു സഹോദരൻ തനിക്കെതിരെ തെറ്റായ ഒരു പദപ്രയോഗം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പദപ്രയോഗങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയുക എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും സാധാരണ പോലെ തന്നെ വിഷമവും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുറിവുകളും വരും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തു. ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു രീതി, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു രീതി എന്ന് പറയുന്നത്, ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, ഒരു ധനവാൻ യേശുക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് വന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പറയുന്നുണ്ട്, നിന്നിൽ ഒരു കുറവുണ്ട്. എന്നെ ശക്തമായിട്ട് എടുത്ത് തോന്നിയ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ശക്തമാക്കി എടുത്തു കാട്ടിയ ഒരു വചനമാണ്, നിന്നിൽ ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് അവനോട് തുറന്ന് പറയുന്നത്, നിന്നിൽ ഒരു കുറവുണ്ട്, നിൻ്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിനെന്ന് വചനം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങി വന്ന ഒരു വചനത്തിൻ്റെ ഒറ്റ വേർഡാണ് നിന്നിൽ ഒരു കുറവുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തെ സന്നിധിയിൽ ഓരോ യാചനകൾ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്കും മീതെ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളാണ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ആ മുറിവിനെ, നിൻ്റെ ആ ഉള്ളിലെ ആ കുറവിനെ നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അവനോട് നീ ചോദിക്കുക, നീ അവനോട് പറ, അവനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ ഫോണെടുത്ത് അവന് മെസ്സേജ് അയച്ചു, സഹോദര, ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിൻ്റെ ഹൃദയത്തിന് ഏതെങ്കിലും വിധത്തിൽ മുറിവുകൾ ഉണ്ടായതിന് പ്രതിയാണ് ഈ ഒരു തെറ്റായ പദപ്രയോഗം താങ്കൾ ഉന്നയിച്ചതെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് താങ്കളോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ, എൻ്റെ സംസാരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ തെറ്റായ ഒരു പദപ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും തെറ്റായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ താങ്കളോട് മാപ്പ് ചോദിക്കുന്നെന്ന് പറഞ്ഞ് മാപ്പ് മെസ്സേജായിട്ട് അയച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, കുഴപ്പമില്ല സഹോദര, അതൊക്കെ ഞാനത് തെറ്റായ രീതിയിലൊന്നും അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്, മറ്റൊരു തരത്തിലായിരുന്നു ഉദ്ദേശിച്ചത്, എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് മെസ്സേജ് അയച്ചു. ആ കാര്യം അവിടെ ക്ലോസ് ചെയ്തു. പിന്നീട് പ്രാർത്ഥിക്കുമ്പോഴും പിന്നീട് ആരാധിക്കുമ്പോഴും എന്നും എൻ്റെ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷെ ഞാൻ അത്രയും ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഈ ഒരു പാപഭാരം ഞാനിങ്ങനെ ചുമന്നുകൊണ്ടിരുന്നു. ഈ പാപഭാരത്തിൻ്റെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥന അപേക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത് ഈ ഒരു കാര്യം, നിന്നിലെ ആ ഒരു കുറവിനെ. നമ്മളിൽ പലരും ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലെങ്കിൽ മറ്റു പല മാധ്യമങ്ങളിലൂടെയും, നാവിനോടെയും അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലൂടെയും എല്ലാം പല രീതിയിൽ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ രീതികൾ പോലും പല തരത്തിലാണ്. പലരും എഴുതുന്നുണ്ട്, പലരും വായിക്കുന്നുണ്ട്, പലരും കാണുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, പലരും പ്രവർത്തിക്കുന്നുണ്ട്, പലരും പല രീതിയിലുള്ള, അതായത് എൻ്റെ മുൻപിലിരിക്കുന്ന ഈ നിങ്ങൾ പോലും, അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന, എൻ്റെ മുഖത്തെ കാണുന്ന നിങ്ങൾ പോലും, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലായിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കത്തില്ല ഞാൻ ചെയ്യുന്നത്. പലരിലും പല രീതിയിലുള്ള പ്രവണതകളായിരിക്കും പാപത്തിൻ്റെ സ്വാധീനം കടന്നു വരുന്നത്. ചിലപ്പോൾ ചിലർക്ക് മദ്യപാനത്തിൻ്റേതായിരിക്കും, ചിലപ്പോൾ ചിലർക്കും പുകവലിയുടേതായിരിക്കും, ചിലർക്ക് കുറ്റം പറച്ചിലിൻ്റേതായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് തെറ്റായ കാര്യങ്ങൾ കാണുന്നതിനെക്കുറിച്ചായിരിക്കും, ചിലർക്ക് തെറ്റായ കാര്യങ്ങൾ എഴുതുന്നതിനെക്കുറിച്ചായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പല പ്രവണതകളാണ് പലർക്കുമുള്ളത്. എന്നാൽ നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ചിന്തിക്കും, ഇത് തെറ്റല്ല, ഇത് ശരിയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ വായിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഈ അവരവർ ചെയ്യുന്ന അവരവരുടെ പ്രവൃത്തി അത് ശരിയാണ് എന്നുള്ളൊരു തരത്തിലായിരിക്കും ആദ്യം തോന്നുക. പക്ഷേ പണ്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മടിയൻ മല ചുമക്കുമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ, അതായത് നമ്മൾ ദിനംപ്രതി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രവൃത്തി ഒരു ദിവസം സ്റ്റോപ്പായാൽ അടുത്തൊരു ദിവസം ഈ ഒരു തലേ ദിവസത്തെ വർക്ക് ലോഡ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് പോലെ, നമ്മൾ ചെയ്യുന്ന പാപം അനുദിനം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ചുമക്കുന്ന പാപഭാരത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ
നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന അനുഗ്രഹങ്ങൾ ഇതാ അനുഗ്രഹത്തിൻ്റെ വൻമഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ, ഒരു സ്നേഹം, ദൈവിക സ്നേഹം നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. അതുവരെ ഇരുട്ടിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുകളിലാണ് നിങ്ങൾ കിടന്നിരുന്നതെങ്കിൽ അതിനുശേഷം മുതൽ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എൻ്റെ പാപം അവിടുത്തോട് ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിങ്ങൾ അവിടത്തോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമെന്ന് പറയുക. അല്ലെങ്കിൽ നീ നിൻ്റെ പാപത്തെ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഓരോന്നോരോന്നായി ഞാൻ പറയുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് ആ ചിന്തകളെ കൊണ്ടുവരുമ്പോൾ തന്നെ നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന കരുണാമയനായ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നിൻ്റെ മുൻപിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത് നീ പോലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നീ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയൊരു ദൈവസ്നേഹം. കാരണം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ഇതാ ദൈവവചനം പറയുന്നു, ഇതാ അനുതപിക്കാത്ത 100 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്ന്. ഇന്ന് നിന്നെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ നീ കേട്ടിട്ടില്ലാത്തതും ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തതുമായ പുതിയൊരു ദൈവസ്നേഹം, പുതിയൊരു ദൈവ ചൈതന്യം ഇതാ നിന്നിലേക്ക് കടന്നു വരുന്നു. അതുപോലെ നിൻ്റെ ചുമടിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ നീ വഹിച്ചുകൊണ്ടിരുന്ന പാപത്തിൻ്റെ മുഖം നിൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്ന ഒരു ദൈവിക ചൈതന്യം നിന്നിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. സങ്കീർത്തനം 32-ന്റെ 1ഉം 2ഉം ഇപ്രകാരം പറയുന്നു: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. അപ്പോൾ നിൻ്റെ ശരീരത്തെ ക്ഷയിക്കുന്ന, നിൻ്റെ ശരീരത്തെ മരണത്തിൻ്റെതായ, നാശത്തിൻ്റെതായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പാപത്തിൻ്റെ മേഖലകൾ, നീ നിൻ്റെ ദൈവത്തോട് നിൻ്റെ നിരവധിയായ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ഇതാ ദൈവം നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി ഇതാ എനിക്കും നിങ്ങൾക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതാ ദൈവപുത്രൻ അവൻ വരികയും എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നെ അവൻ കുരിശിൽ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും നമ്മെ വീണ്ടും അവൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വീണ്ടും വരികയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനം നമ്മുടെ ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അനുദിനം പാപം ചെയ്യാനിടയായാൽ നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങളെ നിരത്തുമ്പോൾ ഇതാ ഒരു പാപത്തിൻ്റെ ഒരു ക്ഷമ, അല്ലെങ്കിൽ ഒരു കരുണാമയനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. വചനം പറയുന്നു, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ, യേശുക്രിസ്തുവിനോട് കൂടെ ഐക്യപ്പെടുന്നവർ, ഇതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അവൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, ഞാനും പിതാവും വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കുകയും ചെയ്യും. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ നിൽക്കുമ്പോൾ യേശുക്രിസ്തു നൽകുന്ന ഒരു പുതിയ വാഗ്ദാനമാണ്, ഇതാ ഞാനും പിതാവും അവനോട് കൂടെ വന്ന് വാസമുറപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ മർത്തി ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന പാലിക്കാത്തവൻ, അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുന്നവൻ ദൈവസന്നിധിയിൽ കൽപ്പനകൾ പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നീ ഇന്ന് കൽപ്പനകൾ പാലിക്കുന്നില്ലെങ്കിൽ, നീ ഇന്ന് നിൻ്റെ പാപങ്ങളിൽ നീ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ, ഇതാ നിൻ്റെ അതരത്തിൽ നിന്നുള്ള വാക്കുകൾ, ഇതാ നിൻ്റെ നോട്ടത്തിൽ നിന്നുള്ള കാഴ്ചകൾ, ഇതാ നിൻ്റെ കേൾവിയിൽ നിന്നുള്ള ഓരോ വാക്കുകളും, അല്ലെങ്കിൽ നീ എഴുതുന്നതും നീ പറയുന്നതും നീ ചെയ്യുന്നതും നിൻ്റെ പ്രവൃത്തികളും, അല്ലെങ്കിൽ മറ്റെന്തും ഇതാ ദൈവസന്നിധിയിൽ തെറ്റായ കൽപ്പനയ്ക്ക് രീതിയിൽ ഉള്ളതല്ല എങ്കിൽ അവിടെ പറയുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പന പാലിക്കത്തില്ല. ദൈവസന്നിധിയിൽ പറയുന്ന വചനം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. നിൻ്റെ രീതികൾ, നിൻ്റെ പ്രവർത്തികൾ തെറ്റാണെങ്കിൽ നീ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല, നീ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പാലിക്കുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ.
പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ മുൻപിലേക്ക് വന്ന് നിങ്ങൾ അവൻ്റെ മുൻപിൽ മുഴങ്കാലുകളെ മടക്കി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം. ഞാൻ ചെയ്തുപോയ പ്രവർത്തികൾ, ഞാൻ പറഞ്ഞുപോയ വാക്കുകൾ, ഞാൻ കണ്ടുപോയ കാഴ്ചകൾ, ഞാൻ കേട്ടുപോയ കേൾവികൾ, ഞാൻ എഴുതിയതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് അയച്ചതായ കാര്യങ്ങൾ, ഇങ്ങനെ പലതും നിങ്ങൾ ദൈവസന്നിധിയിൽ നിൻ്റെ മുൻപിൽ നീ ചെയ്തു പോയ ഓരോ പാപമേഖലകൾ, നീ തെറ്റായ മാർഗത്തിൽ, മദ്യപാനത്തിൻ്റേതാണോ, പുകവലിയുടേതാണോ, തെറ്റായ ദുരാസക്തിയുടേതാണോ, ജഡത്തിൻ്റെതായ വ്യവസ്ഥകളാണോ, ഇത് എല്ലാം ദൈവസന്നിധിയിൽ വന്ന് നീ പ്രാർത്ഥിച്ചാൽ, അവിടെ അനുതാപത്തിൻ്റെ ഹൃദയത്തിൽ കൽപ്പനകളെ അനുസരിക്കാമെന്നുള്ളൊരാഗ്രഹത്തിൽ പ്രവർത്തിച്ചാൽ, തീരുമാനമെടുത്താൽ, ഇത് എൻ്റെ അനുതാപ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഹൃദയത്തിലാണ് നീ പറയുന്നതെങ്കിൽ, ഉറപ്പായും ഒരു ദൈവസ്നേഹം നിന്നിലേക്കും കടന്നു വരും. ഉറപ്പായും ദൈവത്തിൻ്റെ ചൈതന്യം നിന്നിലേക്കും കടന്നു വരും, നിന്നെ കഴുകുന്ന ഒരു ദൈവ ചൈതന്യം. അല്ലാത്ത പക്ഷം ഇതുവരെ നീ നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ മാറ്റാതെ നിൻ്റെ അധരബലി മാത്രമാണ് സമർപ്പിക്കുന്നതെങ്കിൽ, അവിടെയും വചനം നിനക്ക് എതിരായി നിൽക്കുന്നുണ്ട്. സങ്കീർത്തനം 51-ന്റെ 16, 17, 18 വാക്യങ്ങൾ. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ, ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ. ഇന്ന് നിൻ്റെ മുൻപിലേക്ക് നീ ചിന്തിക്കും, ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റു പറയാമെന്ന് പറഞ്ഞ് നിൻ്റെ സ്തുതികളും നിൻ്റെ ബലികളും നിൻ്റെ അധരത്തിൽ വരുന്ന സ്തുതിഗീതങ്ങളും എല്ലാം പാടി ആരാധിക്കുമ്പോൾ നീ വിചാരിക്കും കർത്താവ് ഇറങ്ങി വരുന്നെന്ന്. എന്നാൽ നിൻ്റെ ഹൃദയത്തിൻ്റെ, നിൻ്റെ മനസ്സിൻ്റെ ഉരുകിയ മനസ്സില്ലാതെയാണ് നീ നിൻ്റെ ഹൃദയത്തെ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കഠിനമായ ഹൃദയം കൊണ്ടാണ് നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, ദൈവവചനം സങ്കീർത്തനൻ പറയുന്നത് പോലെ അങ്ങൻ്റെ ബലികളിൽ പ്രസാദിക്കുന്നില്ല, നിൻ്റെ ബലികളിൽ പ്രസാദിക്കത്തില്ല. ഇവിടെ നിനക്കൊരു ചേഞ്ച് നീ മനസ്സിലാക്കണം. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉരുകിയ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലിയെന്ന്. ആ ഒരു ചിന്ത നിൻ്റെ ഹൃദയത്തിലും ചിന്തകളിലും വരട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം കണ്ടും അറിഞ്ഞും തന്നെയാണ് ഇരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. ദൈവവചനം പറയുന്നത് പോലെ, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപേ കർത്താവെ അത് അവിടെ നിന്ന് അറിയുന്നു. ഞാൻ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും അങ്ങയുടെ സാന്നിധ്യം അവിടെ കാണാം. അങ്ങനെ പല വിധത്തിലായ പല വചനങ്ങൾ നമ്മുടെ മുൻപിലേക്കുണ്ട്. നമ്മളെ കാണുന്ന, നമ്മളെ പരിശോധിക്കുന്ന, നമ്മളെ അറിയുന്ന നമ്മുടെ സ്വന്തം ദൈവം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അപ്പൻ. ഈ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പാപബോധം കയറി വരാത്തത്. ഈ പാപബോധം കയറി വരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പാപത്തെ ചുമന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു നുകം നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ, ഈ പാപത്തിൻ്റെ നുകം, ഈ പാപത്തിൻ്റെ ഭാരം നിങ്ങൾക്ക് ചുമക്കുമ്പോൾ ആദ്യമൊക്കെ രസമായി തോന്നാം. എന്നാൽ ഈ ഒരു പാപത്തിൻ്റെ ഭാരം നിന്നെ നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുമെന്ന് നീ മനസ്സിലാക്കണം. വെള്ളത്തിൽ കിടക്കുന്നവന് വെള്ളത്തിൻ്റെ ഭാരം അറിയാത്തതുപോലെ, പാപത്തെ വഹിക്കാൻ തുടങ്ങുന്നവന് ആ വഹിക്കാൻ പോകുന്ന ഭാരത്തെ അവൻ മനസ്സിലാക്കുന്നില്ല, അവൻ പോകുന്ന നാശത്തെ മനസ്സിലാകുന്നില്ല. എന്നാൽ അവൻ അത് ഉപേക്ഷിക്കുമ്പോൾ അവൻ വഹിച്ചുകൊണ്ടിരുന്ന ഭാരത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ അവന് കിട്ടുന്ന ആശ്വാസത്തിൻ്റെ ആ സന്തോഷം, ആ പഴയ ഭാരത്തിൻ്റെ അളവ് അവൻ മനസ്സിലാക്കും. ഇന്ന് നിങ്ങൾക്കും ഒരു ചാൻസ് ഉണ്ട്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഉരുകിയ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായ ബലി അർപ്പിച്ചാൽ, ദൈവം നിങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കും. മധ്യസ്ഥനായ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ കഴുകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചുറ്റുപാടുമൊന്ന് നോക്ക്. പല കാലത്തിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രവചനങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.